ജനിച്ചപ്പോഴേ വാപ്പാൻ്റെ കച്ചവടവും ബിസിനസ്സും സ്ഥലവും പറമ്പും കൊട്ടാരവും ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നത്. ആ മക്കൾക്ക് പൈസൻ്റെ വില അറിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ കണ്ടു വളർന്നതല്ലേ. നമ്മുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. നേരെ മറിച്ച് ഇസ്ലാം അറിയില്ലായിരുന്നു, അതിനെ പഠിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി ഇത് ജീവിത വ്യവസ്ഥിതിയാണ്. എല്ലാറ്റിലും ഇതിൽ നിയമങ്ങളുണ്ട്. ഇസ്ലാം തൊട്ടുപോകാത്ത ഒരു വിഷയവും ലോകത്തില്ല. ഇത് മനുഷ്യനിർമ്മിതമാവാൻ ഇടയില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഇസ്ലാം നെഞ്ചിലേക്ക് ചേർത്ത് വെക്കുന്ന ആളുകൾ ഇസ്ലാം ബൈ ചോയ്സ്, ഇഖ്തിയാറ് കൊണ്ട് മുസ്ലിമായവരാണ്. തെരഞ്ഞെടുക്കുകയാണ് അവർ ദീനിനെ. അവരുടെ ഈമാൻ വലുതാണ്. നമ്മളെ ഈമാൻ അത്രത്തോളം എത്തൂല. എൻ്റെ മുതലാളിൻ്റെ മകൻ്റെ കാര്യം പറഞ്ഞ പോലെ പൈസൻ്റെ വില നമുക്ക് അറിയില്ല, ഇസ്ലാമിൻ്റെ വില നമുക്ക് അറിഞ്ഞിട്ടില്ല. നമ്മളത് ജനിച്ചപ്പോഴേ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്, ജനിച്ചപ്പോഴേ വാപ്പ നിസ്കരിച്ച് കാണുന്നുണ്ട്, നാട്ടിൽ മദ്രസ ഉണ്ട്, പള്ളിയുണ്ട്, ഇത് കണ്ടിങ്ങനെ വരെയല്ലേ. ഇതൊന്നും കാണാതെ ദീനിൻ്റെ മധുരമറിയുന്ന ആളുകളുണ്ട് ലോകത്തൊരുപാട്. അവർക്കതിൻ്റെ വില അറിയും. ഇസ്ലാം സ്വീകരിച്ച രംഗങ്ങളെ സംബന്ധിച്ച് അവരോട് പറയും, അവർ പൊട്ടിക്കരയും. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സുഹൃത്ത് പറഞ്ഞത്, ഓസ്ട്രേലിയയിലെ ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ മാത്രം 5-6 ആളുകൾ ഡെയിലി കലിമ ചൊല്ലി പോവുകയാണ്. അള്ളാഹു പറയാണത്, നിങ്ങൾ ഇനി ദീനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് രാജിവെച്ച് പോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് പോയി എന്നല്ലാണ്ട് അള്ളാഹു നിങ്ങൾക്ക് പകരം അള്ളാഹ് സ്നേഹിക്കുന്ന, അവിടെ ഒരു വിഷയമുണ്ട്. അള്ളാഹു അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്നതാണ് ആദ്യം പറഞ്ഞത്. യുഹിബ്ബുഹും വയുഹിബ്ബൂന. പിന്നെ പറഞ്ഞ അവർ അള്ളാഹുവിനെ സ്നേഹിക്കും. ആദ്യം പറഞ്ഞ അള്ളാഹ് അവരെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനത്തെ മുഹിബ്ബീങ്ങളെ അള്ളാഹു ഇതിന് പകരം ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ പോയത് കൊണ്ടൊന്നും ഇവിടെ ആരും സങ്കടപ്പെടാനോ നിങ്ങളൊന്ന് വരണേന്ന് പറഞ്ഞ് കത്ത് തരാനോ ആരും നിൽക്കൂല. പോണ്ടം പോയിക്കോ. ആരും ആരെയും പിടിച്ചു വെക്കൂല ഇവിടെ. എന്തെന്നറിയോ, ഇത് ചോയ്സിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കുന്നു അതിനാണ് സ്വർഗം. കള്ളുണ്ട്, ജ്യൂസും ഉണ്ട്, ഹലാലുമുണ്ട്, ഹറാമുണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. നീ തുടരുത്. ഹറാമ് തൊടുമ്പോഴും കയ്യങ്ങ് ഉണങ്ങിപ്പോവുക, അതൊന്നും ഉണ്ടാവില്ല. അതെടുത്ത് കുടിക്കാനൊക്കെ പറ്റും. നിങ്ങളുടെ കയ്യിന് സ്വാധീനം അള്ളാഹു തന്നിട്ടുണ്ട്, പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലയോ, ഇത്രയേ അള്ളാഹു നോക്കണുള്ളൂ. അതിനാണ് പ്രതിഫലം, അതിനാണ് സ്വർഗം. പുണ്യനിബിതങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ ജനങ്ങളോട് സംസാരിക്കാൻ ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ നബിതങ്ങൾ വരുന്നത് വരെ ലോകങ്ങളിൽ ഒരുപാട് പ്രവാചകന്മാർ കടന്നുപോയി, ഒരുപാട് നബിമാർ. അവരൊക്കെ ഇസ്ലാമാണ് പഠിപ്പിച്ചത്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴേ വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് അള്ളാഹു പറഞ്ഞ 25 പ്രവാചകന്മാർ അവര് വന്നത് മിഡിൽ ഈസ്റ്റിലാണ്. അതിന് കാരണമുണ്ട്. സ്വഹാബികളോട് ഖുർആനിന്റെ അഡ്രസ്, ഖുർആൻ ആരെയാണോ അഭിമുഖീകരിക്കുന്നത് അവർക്ക് പരിചയമുള്ള നബിമാരെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ കാര്യമുള്ളൂ. അവർക്കറിയുന്ന നബിമാർ, അവർ യാത്ര ചെയ്യുന്ന നാടുകളിലേക്ക് വന്ന നബിമാർ, അവരെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. 1,24,000 നബിമാരിൽ ആകെ ഒരു 35-40 നബിമാരുടെ പേരെ നമുക്കറിയുള്ളൂ. ബാക്കി അള്ളാഹുവിന് മാത്രമേ അറിയൂ. അവർ ചൈനീസ് ഭാഷ സംസാരിച്ച നബിമാർ ഉണ്ടായിരിക്കാൻ സാധ്യതയേറെയാണ്. ഭാരതത്തിൽ കഴിഞ്ഞുപോയ മുൻകാലങ്ങളിൽ പ്രവാചകന്മാരായി കടന്നു വന്നവരുണ്ടായിരിക്കും. നമുക്കറിയില്ല അവരുടെ പേര്, പക്ഷെ അവരുടെ ചരിത്രം, അവരുടെ രേഖകളിൽ പിന്നീട് മാറ്റങ്ങൾ വന്നിരിക്കണം. മനുഷ്യരെവിടെയൊക്കെ താമസിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. നമുക്കൊന്നും അവരുടെ പേരറിയില്ല. 1,24,000 ഇതിലാകെ 25 പേരെ ഖുർആൻ പറഞ്ഞുള്ളൂ. ഒരു 10 പ്രവാചകന്മാരുടെ ഇസ്മൊക്കെ നമുക്ക് ഹദീസിൽ കിട്ടും. പിന്നെ കുറച്ച് ചരിത്രങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന, താരീഖിൽ നിന്ന് കിട്ടുന്നതുണ്ട്. എല്ലാം കൂടെ ഒരു 10-40 ഇത്രയൊക്കെ ഉണ്ടാവും. ബാക്കി നബിമാർ നമുക്ക് പേരറിയില്ല. ഏതൊക്കെ ഭാഷകൾ സംസാരിച്ചവർ കാണും ഇതിൽ, ഏതൊക്കെ രസമുള്ള പേരുകൾ ഉണ്ടായിരിക്കും അവർക്ക്, നമുക്കറിയില്ല അവരെ. ഗൗതമ ബുദ്ധനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, പ്രവാചകനായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയില്ല, നമുക്ക് ഖണ്ഡിതമായി പറയാനും പറ്റില്ല. പിന്നീട് അവരുടെ ആശയങ്ങൾ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ വന്ന ഒരുപാട് ഋഷിമാരും മുനിമാരും വലിയ വലിയ തത്വചിന്തകരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പ്രവാചകത്വം കിട്ടിയവർ ഉണ്ടായിരിക്കാം, നമുക്കറിയില്ല.
പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ശുദ്ധമായ അറഫാ ദിനത്തിൽ അവിടുന്ന് ലോകത്തോട് പ്രഖ്യാപിച്ചു, ഇസ്ലാം ഇന്നത്തോടുകൂടെ പരിപൂർണമാവുകയാണ്. ഇനി പുതിയൊരു ശരീഅത്ത് ലോകത്ത് വരില്ല. സൂറത്തുൽ മാഇദ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. ഇതൊരു വാക്കാണതറിയോ? ലോകത്തോട് വിട പറയുമ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു പോകുന്നത്, എന്റെ മക്കൾക്ക് എന്താവും, എന്റെ ഫാത്തിമയുടെ മക്കൾ എന്താവും, എന്റെ സൈനബിന്റെ, ഉമ്മു കുൽസൂമിന്റെ, റുഖയ്യ ബീവിയുടെ, ഇതൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. ആലോചിച്ചിട്ടുണ്ടോ? തങ്ങൾ പറഞ്ഞത് എന്റെ ഉമ്മച്ചികൾ എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അനഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ വെള്ളം, ദാഹജലം, ഹിസാബും വിചാരണയും കഴിഞ്ഞ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന നേരം, നിങ്ങൾ ദാഹിച്ചവശരായി ഹിസാബ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് ഹൗദുൽ കൗസറിന്റെ മധുരമൂറുന്ന പാനീയം, മൻ ശരിബഹാ ലം യദ്മഅ ബഅദഹാ അബദാ, അതാരെങ്കിലും കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമേ ഉണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ പാനീയമാണ് അൽ കൗസർ. ഇന്നാ അഅതൈനാകൽ കൗസർ, അതാണ് ഹൗദുൽ കൗസർ. ഞാൻ ആ കൗസറിന്റെ അരികത്തുണ്ടാകും കേട്ടോ. നിങ്ങൾ എന്നെ ഇവിടെ നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയല്ല. എന്റെ ഉമ്മത്തി, ഇങ്ങനത്തെ ഒരു നേതാവ്, ഉമ്മത്തികളെ അവിടുന്ന് സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്, നബിയേ, ഖിയാമത്ത് എന്ന് പറയുന്നത് ഒരു വലിയ സമ്മേളനമല്ലേ ഓ നബിയേ? എത്ര മനുഷ്യന്മാരുണ്ടാവും അവിടെ? ഒരു 10,000, 1,00,000 ആളുകളൊക്കെ വന്നാൽ പരസ്പരം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിറ്റേന്ന് പറയട്ടോ, നീ ആ സമ്മേളനത്തിൽ പോയത്? ഞാൻ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ. എങ്ങനെ കാണാനാ? സ്വാഭാവികമാണ്, കാണാൻ പറ്റൂല. അവര് ചോദിച്ചു, നബിയെ, ഔവലീങ്ങളും ആഖിരീങ്ങളും ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ ഒക്കുമോ നബിയെ എന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചു. ആ ചോദ്യം ഭയങ്കര അത്ഭുതമല്ലേ അത്? അപ്പൊ ഇസ്ലാംകാരി ഈമാൻകാരി ഒന്നും അല്ലത്, അത് ഹുബ്ബാണ് ചോദിക്കുന്നത്. അത് സുന്നത്തോ ഫർളോ അമലിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ അതൊരു ഹുബ്ബാണ്, സ്നേഹം. റബീഉൽ അവ്വൽ വരുമ്പോഴാ ഹുബ്ബ്, വേണ്ട വേണ്ട വേണ്ട, ഹുബ്ബ് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തോ ആയിപ്പോകും എന്ന് പേടിപ്പിക്കുന്നവരെന്നറിയണം. സ്വഹാബിമാർ ഹുബ്ബ് അതിരുകളില്ലാതെ നബിയോട് പ്രകടിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് നാളെ അങ്ങയെ കാണാൻ കിട്ടുമോ? അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ 3-4 സ്ഥലത്ത് നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും. ഒന്നുകിൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അരികത്ത് ഇൻദൽ മീസാൻ, നിങ്ങളുടെ മീസാനിന്റെ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന നേരത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവേ, ഇത് എന്റെ ആളുകളാണ്, ഇത് എന്റെ ആളുകളാണ്, എന്റെ മുഹിബ്ബീങ്ങളാണ്, എന്റെ ഉമ്മച്ചികളാണ്. റബ്ബേ, ഇളവ് ചെയ്യണേ, നന്മഭാരം തൂക്കണേ, അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കല്ലേ എന്ന് പറയാൻ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകും. മീസാനിന്റെ അരികത്തും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കേണ്ടത് ഇൻദസ് സിറാത്ത്, ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലമാണ് സിറാത്ത്. വാളിനേക്കാൾ മൂർച്ചയുള്ളതാണത്, മുടിയേക്കാൾ നേരിയതാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട. ദുന്യാവിൽ നമ്മുടെ കാല് കൊള്ളാൻ മാത്രം സ്ഥലം വേണം നടക്കാൻ. ദുന്യാവിൻ്റെ ഈ ഡൈമെൻഷൻസ് അല്ല ആഖിറത്തിൽ. അതുകൊണ്ട് അതിനെപ്പറ്റി ചോദ്യമില്ല. നടക്കും, നടക്കേണ്ടി വരും. ആ ഒരു സിറാത്തിലൂടെ നിങ്ങൾ കയറിയാലാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ സിറാത്ത് കടക്കുമ്പോൾ ആ പാലം തുടങ്ങുന്നിടത്ത് ഞാൻ ഉണ്ടാകും. അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ ഞാൻ അവിടെ ഉണ്ടാകും. ഈ 3-4 സ്ഥലത്ത് നിങ്ങൾ എന്നെ കാത്തിരിക്കണം, ഞാൻ അവിടെ ഉണ്ടാകും. എന്നല്ലാതെ ഞാൻ എൻ്റെ മക്കളെ കിട്ടുമ്പോൾ അവരെയും കൊണ്ടങ്ങ് പോവല്ല.
ഗ്രൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടല്ലോ, അവനവൻ്റെ ബാഗ് കിട്ടുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകുന്ന ആൾക്കാർ. ഒന്നുമല്ല, സന്തോഷം കൊണ്ടാണത്. നാളെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗത്തിലാന്ന് പറയുമ്പോൾ പിന്നെ വേറെ നോക്കാനൊന്നും തോന്നൂല. കൊട്ട് ബാഗേറ്റ് പോലായിരിക്കും. ദുന്യാവ് തന്നെ എങ്ങനെ ഉംറക്കൊക്കെ ഒരു 2 ആഴ്ചയും 3 ആഴ്ചയൊക്കെ ഒരുമിച്ച് നിന്നിട്ട് ഭയങ്കര കമ്പനിയായി ഒരേ റൂമിലായിരിക്കും. കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് സാധനം കിട്ടിയാൽ വലിച്ചങ്ങ് പോകും. എൻ്റെ വണ്ടി വന്നിട്ട് ഞാൻ പോവാ. എന്നാൽ കൂടുതലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ സലാം പറയാൻ പോലും നമുക്ക് തോന്നൂല. എന്തേ? നമുക്ക് വീട്ടിലേക്ക് എത്തണം. പുണ്യനിബിതങ്ങൾ സ്വർഗത്തിലേക്ക് ആദ്യം പോകുന്നവരാ. പക്ഷെ ഹബീബ് നമ്മളെ കാത്തിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു നേതാവിനെയാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ആ നേതാവിൻ്റെ പേരിൽ നമ്മൾ ചൊല്ലുന്ന സ്നേഹപ്രകടനമാണ് സ്വലാത്തുകൾ, മൗലിദ് പാരായണം, ഹബീബിൻ്റെ മദ്ഹുകൾ പറയുന്നത്. എപ്പോഴും പറയണം. റബീഉൽ അവ്വലിലാകുമ്പോൾ പ്രത്യേകിച്ചും അതൊരു ഉണർവാണ്, അതൊരു ഊർജ്ജമാണ്. അവിടെ നിന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. വഅത്മംതു അലൈക്കും നിഅമതി. ബക്കറ്റ് വരാനായ ഇൻഷാ അല്ലാഹ്. ദുബൈയിലെ പൈസ എടുക്കൂലല്ലോ, ദിറംസ് എടുക്കൂലല്ലോ. ബിസ്മില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, ഖബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഞാൻ ഇസ്ലാമിനെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവനും ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. തങ്ങളുടെ നിഅമത്ത് നമുക്ക് അള്ളാഹുവിൻ്റെ നിഅമത്ത് അള്ളാഹു ഈ ഉമ്മത്തിന് പൂർത്തിയാക്കി തന്നു. വറദീതു ലകുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ജീവിത പന്ഥാവായി ഇസ്ലാം ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ഇസ്ലാമിൻ്റെ കൺക്ലൂഷനാണത്. ഇത് പ്രഖ്യാപിക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാനത്തെ ഹജ്ജാണത്. ഒരേ ഒരു ഹജ്ജേ അവിടുന്ന് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഹജ്ജിന് ശേഷം പിന്നെ ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം, സഫർ, റബീഉൽ അവ്വലിൽ തങ്ങൾ വഫാത്താകുന്നു. 3 മാസത്തെ ഗ്യാപ്പേ ഉള്ളൂ. ഒരു ജൂതനാണ് പറഞ്ഞത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്, അമീറുൽ മുഅ്മിനീനെ, ആയത്തുൻ ഫീ കിതാബികും ലൗ നസലത് അലൈനാ മആശിറൽ യഹൂദ് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. നിങ്ങളുടെ ഖുർആനിലെ ഒരു ആയത്ത്, അത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു അവതരിച്ചിരുന്നത് എങ്കിൽ ആ ആയത്ത് അവതരിച്ച ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു. ഒരു ജൂതനാ പറഞ്ഞത്. നിങ്ങൾ ഖുർആനിലൊരു ആയത്തില്ലേ, ആ ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കാ കിട്ടിയതെങ്കിൽ ഞങ്ങളന്ന് ആഘോഷിക്കും, അത് പെരുന്നാളാക്കും. നമ്മൾ ചോദിച്ചു, ഏത് ആയത്തിനെ കുറിച്ച് ഞങ്ങൾ ഈ പറയണതെന്ന് ചോദിച്ചു. നിങ്ങളെ കിതാബിലില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നു, ഇസ്ലാം ഒരു മതമായി നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞില്ലേ, അത് എന്തോ ഒരു സന്തോഷമുള്ള മുഹൂർത്തമാണ്. നമ്മുടെ മിഷൻ കംപ്ലീറ്റഡ്, ഇത് അവസാനിച്ചു എന്ന് പറയാം. ഇസ്ലാം പൂർത്തിയായി കഴിഞ്ഞു, അത് ആഘോഷിക്കേണ്ട സമയമില്ലേ. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം ഐന നസലത് വമതാ നസലത്, എന്നാണത് ഇറങ്ങിയത്, എവിടെയാണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. അത് ഒരു പെരുന്നാൾ ദിവസമായിരുന്നു, അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഞങ്ങളുടെ ഹജ്ജുൽ അക്ബർ ആയിരുന്നു അന്ന്. അത് അവതരിച്ചത് ഹബീബായ നബി തങ്ങൾക്ക് അറഫയിൽ നിൽക്കുമ്പോഴാണ്. ഈ ഉമ്മത്തിനോട്, ലോക മനുഷ്യരോട് നബി തങ്ങൾ യാത്ര ചോദിച്ച അന്ത്യപ്രഭാഷണത്തിന്റെ സമയമാണത്.
ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത് ഞങ്ങൾക്ക് പെരുന്നാളായിരുന്നു, അറഫയിൽ ഇറങ്ങിയ ആയത്താണിത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി കൊടുത്തു. ഇസ്ലാം പൂർത്തിയാക്കി തന്നു. ഈ ഒരു ആയത്തിറങ്ങിയപ്പോ സ്വഹാബിമാർ മുഴുവനും സന്തോഷം കൊണ്ട് കണ്ണു നിറയുകയാണ്. ആലോചിക്കണം, 1,23,000 ആളുകൾ. അന്ന് മൈക്കില്ല, അപ്പൊ കേട്ടവര് ഉറക്കെ ബേക്കിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. മുബല്ലിഗീങ്ങൾ ഇപ്പൊ ഹറമിലൊക്കെ ഉള്ള ഇമാം അല്ലാഹു ബേക്കുന്ന അല്ലാഹു അക്ബർ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദൻ റബ്ബനാ വലക്കൽ ഹംദ്. അത് പണ്ടുള്ള സിസ്റ്റമാണ്, നബിതങ്ങളുടെ കാലത്തുണ്ടത്. ബേക്കിലുള്ളവർ കേൾക്കാൻ മൈക്കില്ലാത്ത കാലത്ത് ഇപ്പൊ മൈക്കുണ്ടായതുകൊണ്ട് അത് ആവശ്യമില്ല. പക്ഷേ ആ സുന്നത്ത് അങ്ങനെ നിലനിർത്താൻ 1,23,000 ആളുകൾ. അതിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഭയങ്കര ശബ്ദമുള്ള ആളായിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നവർ 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് കേൾക്കാവുന്ന ശബ്ദം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. യാ അല്ലാഹ്, അവർക്ക് ഉറക്കങ്ങൾ വിളിച്ചു പറയും. അപ്പോൾ ബാക്കിയുള്ളവർ കേൾക്കും. എല്ലാവരും ശാന്തമായി നിൽക്കാൻ. അങ്ങനെ ബേക്കോട്ട് ഇങ്ങനെ തങ്ങൾ ഇവിടുന്ന് പറയും, ഇവിടുന്ന് ഒരാൾ ഉറക്കെ പറയും, ബാക്കിൽ നിന്ന് ഒരാൾ ഉറക്കെ പറയും. അങ്ങനെ കൈമാറുകയാണ്. അങ്ങനെയാണ് ആ സദസ്സ്. 1,23,000 സ്വഹാബിമാർ. ഇസ്ലാം പൂർത്തിയായി എന്ന് കണ്ടപ്പോൾ എത്ര യുദ്ധങ്ങൾ, എത്ര സന്ധികൾ, എത്രയൊക്കെ പ്രതിസന്ധികൾ, എത്ര ആളുകളുടെ ജീവൻ, എത്ര ആളുകൾ ഷഹീദുകളായി. ഇതൊക്കെ ആലോചിച്ചവർ കരയാണ്. പക്ഷേ